أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا. 19-20 ആയത്തുകളാണ് നമ്മൾ ഓതിയത്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ഏത് കാലത്തും അതിജയിക്കാൻ പറ്റാത്ത അന്യൂനമായൊരാശയമാണ്. അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും അതിനെക്കുറിച്ച് പഠിച്ച ഏതൊരാൾക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. ഒരു പ്രത്യയശാസ്ത്രത്തിനും ഒരു വിശ്വാസത്തിനും ഇസ്ലാമിക ആദർശങ്ങളെ ആശയങ്ങളെ അതിജീവിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാലങ്ങൾ അതിജീവിക്കാൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്ന സന്ദേശങ്ങളാണ്. അത് യുക്തിഭദ്രമാണ്, അന്യൂനമാണ്. ഈ പ്രപഞ്ചം എത്രമാത്രം അന്യൂനമാണോ അതിനേക്കാളും അന്യൂനമാണ് അതിൻ്റെ ആശയങ്ങൾ, ദൈവികമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിലും ഒരാശയത്തെ എപ്പോഴും പരാജയപ്പെടുത്തേണ്ടത് ആശയം കൊണ്ടാണ്. സംശയമില്ലാത്തൊരു കാര്യമാണ്. ഒരാശയത്തെ പരാജയപ്പെടുത്തേണ്ടത് തത്തുല്യമായ ഒരാശയം കൊണ്ടാണ്. പക്ഷേ ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ ഒരു കാലത്തും അതിനെ ആശയപരമായി നേരിടാൻ ധൈര്യം കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മക്ക കാലഘട്ടം ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിച്ചോടിക്കാനും നാട് കടത്താനും കൊലപ്പെടുത്താനും ഒക്കെയാണ്. ഏത് കാലഘട്ടത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. അതുതന്നെയാണല്ലോ അസ്ഹാബുൽ കഹ്ഫിനും സംഭവിച്ചിട്ടുള്ളത്. വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിനാ. പ്രവാചകന്മാരോട് ജനങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും. ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ, അല്ലെങ്കിൽ ഞങ്ങളുടെ മാർഗത്തിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. പ്രവാചകന്മാരോട് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വാപ്പ പറഞ്ഞത് എന്താണ്? ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം. ഓ ഇബ്രാഹിമേ, എൻ്റെ ദൈവങ്ങളെ വിട്ടു പോയിക്കോന്നാണ്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനീ മലിയ. അല്ലെങ്കിൽ തന്നെ കല്ലെറിഞ്ഞ് ഓടിക്കുമെന്നാണ്. ഏത് കാലത്തും ആശയപരമായി ഈ ദൈവികമായ മതത്തെ നേരിടാൻ ആരും ധൈര്യം കാണിച്ചിട്ടില്ല എന്നാണ്. ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമി ലനുഖ്രിജന്നക യാ ശുഐബ്. ശുഐബേ, നിന്നെ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കുന്ന, ആട്ടി ഓടിക്കുന്നതാണ്. അല്ലേ? എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഇന്നിപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളോടൊന്ന് പുറത്തു പോകാനാണ് വേണത്. അതല്ലേ ആവശ്യപ്പെടുന്നത്? എല്ലാ നാടുകളിൽ നിന്നും അതാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത്. അങ്ങനെയുള്ളൊരു പുറത്താക്കലാണ്, ആട്ടിയോടിക്കലാണ്, അല്ലെങ്കിൽ നിർബന്ധിക്കലാണ് ആരുടെ വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത്? അസ്ഹാബുൽ കഹ്ഫിൻ്റെ വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവം നമുക്ക് ഇനി അടുത്ത ആയത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അള്ളാഹു അവർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഉറക്ക്. 300 ചില്ലാനം വർഷം അവർ ഉറങ്ങി. ഉറങ്ങുന്നത് എന്തുപ്രകാരം അത്ഭുതമാണോ അതേപോലെ അത്ഭുതമാണല്ലോ ഉണരുന്നത്. കാരണം ഇത്രയും കാലം ഉണർന്നിട്ടില്ലല്ലോ. അങ്ങനെ അവരെ അള്ളാഹു ഉണർത്തുകയാണ്.
വർഷങ്ങൾ കഴിഞ്ഞ് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഒരു 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഉണരുമ്പോൾ ആ 2 കാലവും തമ്മിലുള്ളൊരു വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. എന്താണ് അവർക്ക് അനുഭവപ്പെടുന്നതെന്ന് ചിന്തിക്കണം. കാരണം ഇതിൽ നമുക്ക് വലിയൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ യുഗാന്തരങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുള്ള നമ്മുടെ പൂർവികന്മാരൊക്കെ എന്ത് ചെയ്യുന്നവരോ ഇതേപോലെ ഒരു തിരിച്ചുവരവ് വരുമല്ലോ. അതായത് പെട്ടെന്ന് ഞെട്ടി ഉണരൂലേ. മമ്പാസനാമി മറക്കതിന, ഞങ്ങളെ ഉറക്കത്തുനിന്ന് വിളിച്ചുണർത്തിയത് ആരാന്ന് ചോദിച്ചിട്ട് വരൂലേ. അപ്പോൾ നോക്ക് നിങ്ങൾ, ഈ ഒരു കാലദൈർഘ്യം അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുക, ഉണരുമ്പോൾ അവർക്ക് എന്ത് തോന്നുന്നില്ല ആരെങ്ങൾ ഒരിക്കലും ഈ ഒരു വർഷങ്ങളുടെ പഴക്കം അവർക്ക് അനുഭവപ്പെടുന്നില്ല. അവർ രാവിലെ ഉറങ്ങി എന്നാണ് പറയണത് മുഫസ്സിരിങ്ങളൊക്കെ, വൈകുന്നേരം അവർ ഉണർന്നു. അപ്പോൾ അവർ 300 കൊല്ലം മുമ്പ് ഉറങ്ങിയത് രാവിലെയാണ്, ഉണർന്നത് വൈകുന്നേരമാണ്. അപ്പോൾ ഒരു വിചാരിക്കണം എന്താ, ഇന്ന് രാവിലെ ഉറങ്ങിയിട്ട് ഇന്ന് വൈകുന്നേരം ഉണർന്നു എന്നാണ്. അള്ളാഹു മരണത്തെ ഉറക്കവുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് കുറേ ചിന്തിക്കാൻ അതിലുണ്ട്, കുറേ ചിന്തിക്കാൻ. ചിലപ്പോഴൊക്കെ നമ്മളെന്താ അറിയുമോ, വളരെ 5 മിനിറ്റ് ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ, ഒരു ദീർഘമായ സ്വപ്നം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും 5 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു ആശയം ആവില്ല ആ സ്വപ്നത്തിൽ ഉണ്ടാവുക. അപ്പോൾ നോക്ക് നിങ്ങൾ, അപ്പോൾ ചില ആൾക്കാർ ചോദിക്കലുണ്ട്, കുറേ മുമ്പ് മരിച്ചു പോയ ആളുകൾക്കും ഖിയാമത്ത് നാൾ വരെ ഖബർ ശിക്ഷ, ഇപ്പോൾ അടുത്ത് മരിച്ച് അപ്പം തന്നെ ഖിയാമത്ത് നാൾ വന്ന അവർക്കും ഖബർ ശിക്ഷ, അതിലൊക്കെ എങ്ങനെ നീതി? അതൊന്നും പ്രശ്നമില്ല. ഉറക്കത്തോട് മരണത്തെ ഉപമിക്കുന്നതോട് കൂടെ തന്നെ എന്ത് ചോദിച്ചാൽ, ആ ഉറക്കത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ശിക്ഷയോ കൂടുതൽ സമയം കൊണ്ട് കുറഞ്ഞ ശിക്ഷയോ ഒന്നും കൊടുക്കുക എന്നുള്ളത് എന്തല്ല, ഇതൊന്നും പ്രശ്നമല്ല. എന്തും ഉറക്കത്തോട് ബന്ധപ്പെട്ട് ഉറക്കത്തിൽ എന്തും സംഭവിക്കാമല്ലോ. നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത കാര്യങ്ങൾ ഉറക്കത്തിൽ നമ്മൾ വിശ്വസിക്കും. അതാണ് എന്തും നമുക്ക് നമ്മുടെ ചിന്തകൾക്കോ ബുദ്ധിക്കോ യുക്തിക്കോ നിരക്കാത്ത എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെന്തായിരിക്കും, മരിച്ച ആളുകളെ തിരിച്ചു വന്ന് നമ്മൾ കാണും, മരിച്ച ആളുകൾ തിരിച്ചു വന്ന് നമ്മൾ കാണുമല്ലോ. പക്ഷെ നമുക്കൊന്നും തോന്നുന്നില്ലല്ലോ ഉറക്കത്തിൽ. നേരെ സമയത്ത് നമ്മൾ ഒരാളെ അല്ലാതെ കാണുകയാണെങ്കിലോ അവിടെ തന്നെ പേടിച്ച് ബോധം കെട്ട് വീഴില്ലേ. അത് ഉറക്കവും മരണവും തമ്മിലുള്ള ഒരു ബന്ധം ഭയങ്കരമാണ്. ഇപ്പോൾ ഇവർ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകൾ നമ്മളൊന്ന് പഠിച്ചു നോക്കുക. വകദാലിക ബഅത്നാഹും ലിയതസാഅലു ബൈനഹും, അപ്രകാരം ബഅത്നാഹും, നാം അവരെ എഴുന്നേൽപ്പിച്ചു. ബാസ് തന്നെ പറയാം, ഖിയാമത്ത് നാളിൽ വരുന്നതിനും ബാസ് തന്നെ പറയാം. അവരെ നാം എഴുന്നേൽപ്പിച്ചു. ലിയതസാഅലു ബൈനഹും, അവർക്കിടയിൽ അവർ പരസ്പരം ചോദ്യം നടത്തുന്നതിന് വേണ്ടിയതാണ്. അത് ഷെയ്ഖ് സാലിഹ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചുഖോടും നല്ല ഉറക്കാട്ടോ ഉറങ്ങിയത്. അങ്ങനെ നമ്മൾ ഉറക്കത്തെ പറ്റി അവലോകനം ചെയ്യൂലേ, എപ്പോഴെപ്പോൾ ഞാൻ ഉറങ്ങിയത് ചോദിക്കും. അതേപോലെയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഉറക്കം എന്ന് എപ്പോൾ എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം, ഒരു പഠനം, ഒരാലോചന, ഒരു ചിന്ത, ഒരു ചർച്ച, അത് നടത്തുന്നതിന് വേണ്ടി അവരെ നാം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഉണർന്ന ഉടനെ നമ്മളതല്ലേ ചോദിക്കുക, ഉറങ്ങിയതിനെ പറ്റിയല്ലേ ചോദിക്കുക. എന്താ ചോദിച്ചത്? ഖാല ഖായിലും മിൻഹും കം ലബിസ്തും, നിങ്ങൾ എത്ര കാലം കഴിച്ചു കൂട്ടി എന്ന്. ഖാല ഖായിലുൻ, ഖാല പറഞ്ഞിട്ട് ചോദിച്ചു, ഖായിലുൻ ചോദിക്കുന്നവൻ, എൻ്റെ ഇസ്മു ഫായില. അപ്പോൾ ചോദിക്കുന്ന ഒരാൾ ചോദിച്ചു, നിങ്ങൾ എത്ര കാലം കഴിച്ചു കൂട്ടി എന്ന്. ആരാണത്? അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്ത് ചെയ്തു, ചോദിച്ചു നിങ്ങൾ എത്രയാണ്. അത് ഒരു സംഭാഷണ ശൈലിയാണത്. സംഭാഷണ ശൈലി തഫ്സീർ അമ്മാനി മൗലിയുടെ തഫ്സീറിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ എന്ന് പറയുന്നതിന് വരെ നിങ്ങൾ എന്ന് നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ അഭിസംബോധന ചെയ്യുന്ന പോലെയാണ് ആ അഭിസംബോധന വരുന്നത്. ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅ്ള യൗം, ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅ്ള യൗം, നമ്മൾ കഴിച്ചു കൂട്ടിയത്, അവർ പറഞ്ഞു നമ്മൾ കഴിച്ചു കൂട്ടി യൗമൻ, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പകൽ, ഔ ബഅ്ള യൗം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഭാഗം, ബഅ്ള യൗം, ഒരു ദിവസത്തിൻ്റെ ഭാഗം, അത്രേ നമ്മൾ ഉറങ്ങിയിട്ടുള്ളൂ. അത്ഭുതമല്ല? നിങ്ങൾ ആലോചിച്ചോക്ക്. നിങ്ങൾ 300 ചില്ലാനം കൊല്ലം ഉറങ്ങിയ ആളുകളെ ഒരു പകൽ, ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ചെറിയൊരു ഭാഗം, അത്രേ ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷേ അവരുറങ്ങിയത് എത്രയാണെന്നും അവരുറക്കത്തിൻ്റെ ഓരോ നിമിഷങ്ങളും തിരിഞ്ഞു കടക്കലുകളും മറിഞ്ഞു കടക്കലുകളും എല്ലാം വളരെ കൃത്യമായി നിരീക്ഷിച്ച്
അവർക്ക് സംരക്ഷണവും അനുഗ്രഹവും സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്ത ആരാണ്? അള്ളാഹു അല്ലേ? അള്ളാഹുവിനറിയാം. ഖാലൂ റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും. അവർക്കൊരു സംശയം ഉണ്ടായി, എന്തൊക്കെയോ മാറ്റങ്ങൾ കണ്ടപ്പോൾ. അവർ പറഞ്ഞു, നിങ്ങളുടെ റബ്ബിനറിയാം നിങ്ങൾ എത്രയാണ് കഴിച്ചു കൂട്ടിയത് എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ നിങ്ങളുടെ രക്ഷിതാവാകുന്നു എന്നാണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അറിവിനെയും അന്വേഷണത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ആശയം. അറിവും അന്വേഷണങ്ങൾ ഒരു കാര്യം എന്താണ്, നമ്മൾ അന്വേഷിച്ചും ചർച്ച ചെയ്തും ആലോചിച്ചും പഠിക്കുക. അവിടെയാണ് ഒരാളുടെ അറിവ് വർദ്ധിക്കുന്നത്. അറിയാനുള്ള ഒരു കൗതുകം, മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം, അത് ഒരു വലിയൊരു ഗുണമാണ് സുഹൃത്തുക്കളെ. അത് നമുക്കറിയാത്തൊരു കാര്യം ചോദിച്ച് മനസ്സിലാക്കി, അന്വേഷിച്ച് മനസ്സിലാക്കി, വായിച്ച് പഠിച്ചെടുക്കാനുള്ള ഒരു പരിശ്രമത്തെ ഇതിൽ കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അറിയാനും മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം. പിന്നെന്താണ് ഉണ്ടാകുന്നത്? ഇനി നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു ഉറങ്ങി എഴുന്നേറ്റ സമയത്ത് അവർക്ക് സ്ഥലകാലബോധവും പരിസരബോധവും ഒക്കെ ഉണ്ടാവുന്നതിൻ്റെ ഒരു അവസ്ഥയാണ്. ഉണർന്നപ്പോൾ അവർക്ക് വിഷക്കുമല്ലോ, അവർ സദാജീവിതത്തിലേക്ക് വന്നില്ലേ. അപ്പോൾ അവർ പറയാണ്, ഫബ്അസൂ അഹദകും ബിവരിഖികും ഹാദി. ഫബ്അസൂ, നിങ്ങൾ അയക്കുക, നിയോഗിക്കുക, അഹദക്കും, നിങ്ങളിൽ ഒരാളെ, ബിവരിഖ്. വരിഖ് എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം, വരിഖ് വെള്ളി നാണയം. നിങ്ങളുടെ ഈ വെള്ളി നാണയവുമായിട്ട് നിങ്ങൾ ഒരാളെ അയക്കുക, ഇലൽ മദീന, പട്ടണത്തിലേക്ക് ഒരാളെ പറഞ്ഞയക്കണം എന്നാണ് ഫുഖാക്കൾ പറഞ്ഞത്. എന്താ അറിയോ, ഈ ഏൽപ്പിച്ചു കൊടുക്കലുണ്ടല്ലോ, വക്കാലത്ത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വേറൊരാളെ നമ്മൾ എന്ത് ചെയ്യുക, ചുമതലപ്പെടുത്തി കൊടുക്കുക. അത് കച്ചവടത്തിലുണ്ട്, ഇടപാടിലുണ്ട്, നിക്കാഹിലുണ്ട്, ഒക്കെ ഉണ്ടല്ലോ വക്കാലത്ത്. ആ വക്കാലത്തിന് തെളിവായിക്കൊണ്ട് ഈ ഒരു ആയത്ത് പറയാറുണ്ട്. കാരണം അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട്. അപ്പോൾ അവർ മുഴുവനും ഭക്ഷണത്തിന് പോകണില്ല. ആ കൂട്ടത്തിന് ഒരാളെ എന്ത് ചെയ്യാണ്, ഭക്ഷണം കൊണ്ടുവരാനുള്ള ചുമതല ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ഇസ്ലാം അനുവദിക്കുന്നൊരു കാര്യമാണ് എന്നതിന് പറയാറുണ്ട്. ഏതായിരുന്നാലും നിങ്ങളൊരാളെ പറഞ്ഞേക്കുക. ഈ നാണയം, ആ നാണയം എന്നത്തെ നാണയമാണ്? 300 വർഷം പഴക്കമുള്ള നാണയമായിട്ട് അവരെന്ത് ചെയ്യാണ്, പറഞ്ഞേക്കണം. എവിടേക്കില്ല, മദീന. അപ്പോൾ സത്യം പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവർ ഈ ഒരു പട്ടണത്തിൻ്റെ, തിരക്കേറിയ പട്ടണത്തിൻ്റെ ഓരത്താണ് അത്ര ഈ ഗുഹ. അതല്ല ഒരു അത്ഭുതം. എന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല അറിയോ, ഇവർ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇവർ ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല, അത് നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അതാണ് എൻ്റെ ഒരു അത്ഭുതം. കാരണം അതങ്ങനെ ആയിരുന്നുണ്ട് എത്രയും കാലങ്ങളെ. അതിൻ്റെ ഉള്ളിൽ അവരെന്ത് ചെയ്തു, അപകടരഹിതമായിട്ട് എന്ത് ചെയ്തു, കഴിച്ചു കൂട്ടി എന്നുള്ളതാണ്. സത്യത്തിൽ ഇപ്പോൾ ആ രാജാവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോൾ എത്ര കുറേ കാലം ആവശ്യമില്ലല്ലോ. പക്ഷെ അള്ളാഹു ഒരു വലിയൊരു ദൃഷ്ടാന്തം, അതായത് ദീർഘമായ കാലം നമ്മൾ മണ്ണിൽ കിടന്നാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഖബറിന്ന് എന്ത് ചെയ്യും, അതേ മനുഷ്യരായി പുറത്തു വരും എന്നതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ്. വകദാലിക ആസർനാ അലൈഹിം ലിയഅലമൂ അന്ന വഅദല്ലാഹി ഹഖ്. അള്ളാഹുവിൻ്റെ വാഗ്ദത്തം സത്യമാണ് എന്നവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വലിയൊരു ദൃഷ്ടാന്തം എന്തുണ്ട്, അതിലുണ്ട് എന്നർത്ഥം. എന്നിട്ട് എന്താണ് ഇയാളുടെ പണി? ഫൽയൻദുർ അയ്യുഹാ അസ്കാ തുആമ. ഫൽയൻദുർ, അവൻ നോക്കട്ടെ, അവൻ അന്വേഷിക്കട്ടെ. എന്താ നോക്കേണ്ടത്? അയ്യുഹ, ആ സ്ഥലത്ത്, ആ പട്ടണത്തിൽ എന്താണ്? അസ്കാ തുആമൻ. അസ്കാ തുആമൻ, വളരെ ശ്രദ്ധിക്കണം. അസ്ക, സക്കാത്തൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് വന്നൊരു വാക്ക് തന്നെയാണ് അസ്ക എന്നുള്ളത്. ഏറ്റവും പരിശുദ്ധമായത്, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല ഭക്ഷണം. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കേണ്ടത്, ഏറ്റവും സ്റ്റാൻഡേർഡുള്ള ഭക്ഷണം, നിലവാരമുള്ള ഭക്ഷണം, സംശുദ്ധമായ ഭക്ഷണം. പക്ഷെ ദൂർത്താവാൻ പറ്റൂല. ഒരു നേരത്തെ ഭക്ഷണത്തിന് 1 ലക്ഷം റുപ്യ ചിലവാക്കാൻ പറ്റില്ലല്ലോ. നല്ല ഭക്ഷണം കഴിക്കണം, ദൂർത്താവാത്ത രൂപത്തിൽ ഏറ്റവും നല്ല, നമ്മുടെ ശരീരത്തിന് പോഷണം ലഭിക്കുന്ന, നമുക്ക് തകരാറില്ലാത്ത, ഹാനികരമല്ലാത്ത, ഭാവിയിൽ എന്തെങ്കിലും അപകടങ്ങൾ വരാത്ത നല്ല ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്നാണ് മനസ്സിലായി. ഈ നാട് വിട്ടൊക്കെ പോകുന്ന പല ആളുകളുടെയും ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോഴേ അവർക്ക് ഭക്ഷണത്തിലൊരു കൃത്യനിഷ്ഠ പുലർത്താൻ പറ്റൂല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മുടെ ഭാര്യയും കുട്ടികളൊക്കെ എന്ത് ചെയ്യും, അവർ പാചകം ചെയ്തിട്ട് നമ്മുടെ ഒരു അവസ്ഥ മനസ്സിലാക്കി, ഇപ്പാക്ക് അത് പറ്റൂല, അമ്മക്ക് ഇതേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് തയ്യാറാക്കി തരും. അത് ഒരു മുളക് പറ്റൂല, അല്ലെങ്കിൽ എരി കുറവ് വേണം,
അങ്ങനെ ഉണ്ടല്ലോ. അപ്പം നമ്മൾക്ക് എന്തൊരു ഭക്ഷണം നല്ലതാവുന്നതോട് കൂടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടും. വളരെ പ്രധാനമാണ്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ പല വിഷാംശങ്ങൾ അടങ്ങിയ സാധനങ്ങൾ കഴിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്താ വെച്ചാൽ പിന്നീട് സ്ഥായിയായ രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ അവർ കുറച്ച് ദീർഘകാലമൊക്കെ എന്ത് ചെയ്തു വെച്ചാൽ നാട് വിട്ടൊക്കെ പോയി പിന്നെ തിരിച്ചു വരുമ്പോൾ എന്താ ചില സ്ഥായിയായ രോഗങ്ങളുമായിട്ടാണ് പല ആളുകളും വരിക. എല്ലാവരും അങ്ങനെയൊന്നല്ല. അതിൻ്റെ കാരണം നല്ല ഭക്ഷണം കഴിക്കുക, അതൊരു ഇസ്ലാമികമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ ചില ആളുകൾ പറഞ്ഞു ഇവർ രാജകുടുംബത്തിൽപ്പെട്ട അംഗങ്ങളാണെന്ന്. അതായത് കുറച്ച് റോയലായിട്ടുള്ള ആളുകളാവുമ്പോൾ എന്താവും അറിയൂ, അവരതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് ഭക്ഷണങ്ങളല്ലേ അവർ കഴിക്കുക, നിലവാരമുള്ള ഭക്ഷണമല്ലേ കഴിക്കുക. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് എന്താ വെച്ചാൽ അങ്ങാടി പോയ എല്ലാ ഭക്ഷണം കിട്ടുമല്ലോ, അങ്ങാടി പോയ എല്ലാ ഭക്ഷണം കിട്ടും. ആളുകൾ എന്താ വെച്ചാൽ ഏറ്റവും വൃത്തിഹീനമായ സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കും, ചെറിയൊരു പണത്തിൻ്റെ കുറവിന് വേണ്ടി. ഏറ്റവും വൃത്തിഹീനം, ഭക്ഷണത്തിന് ഏറ്റവും വേണ്ടത് വൃത്തിയാണല്ലോ. പക്ഷെ നമ്മുടെ മേശപ്പുറത്ത് വൃത്തി ഉണ്ടാവും, പാചകം ചെയ്യുന്നത് വൃത്തിയുള്ള സ്ഥലത്തല്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ. അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ളതാവണം. അപ്പോൾ നല്ല ഭക്ഷണം അത് കഴിക്കണം, അതാണ് സ്വീകരിക്കേണ്ടത് എന്നത് നമുക്ക് അയ്യുഹ അസ്കാ ത്വആമൻ, ഏറ്റവും നല്ല ഭക്ഷണം ഏതെന്ന് നോക്കട്ടെ എന്ന്. അപ്പോൾ അങ്ങാടി പോയി എന്തേലും വാങ്ങിക്കൊണ്ടിരുന്നത്, ഏറ്റവും നല്ല ഭക്ഷണം നിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ടോ അവൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരട്ടെ ബിരിസ്കം മിൻഹ്, അതിൽ നിന്നുള്ള ഭക്ഷണം. അപ്പോൾ അവൻ പോയിട്ട് ഏറ്റവും നല്ല ഭക്ഷണം നോക്കി നിങ്ങൾക്ക് കൊണ്ടുവരട്ടെ. ആലോചിക്കണം നമ്മൾ അവരുടെ ഒരു മനസ്സിൻ്റെ ഭീതി ആലോചിക്കണം. എന്താ മനസ്സിൻ്റെ ഭീതി? അടുത്ത വാക്കിൽ നോക്കൂ നിങ്ങൾ, വൽയതലത്തഫ് വൽയതലത്തഫ് വൽയതലത്തഫ്. എന്താ വൽയതലത്തഫ് എന്ന് പറഞ്ഞാൽ അവൻ കരുതലോടെ പെരുമാറട്ടെ. വളരെ ശ്രദ്ധിച്ചു പോകണം. എന്താ വളരെ ശ്രദ്ധിച്ചു പോകാൻ കാരണം? അക്രമിയായ രാജാവുണ്ട് അവിടെ, ആ രാജാവ് ഒന്ന് ഒളിച്ച് താമസിക്കുകയാണ് ഇവിടെ. അങ്ങാടിയിൽ ഭക്ഷണത്തിന് പോകുമ്പോഴേ അവരെ കണ്ടാൽ രാജാവിന് വിവരം കിട്ടും, രാജാവിന് വിവരം കിട്ടും. അതുകൊണ്ട് പുറത്തു പോകുന്നതും ഭക്ഷണം ശേഖരിക്കുന്നതുമെല്ലാം അതീവ രഹസ്യത്തോടു കൂടെ ആയിരിക്കും. ഇതിലെ ഇമാം നാസിർ സായിദ് റഹ്മത്തുള്ളാഹി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അറിയോ, നമ്മളുടേതായ മുൻകരുതലുകൾ ഏത് കാര്യത്തിലും നമ്മൾ കൈക്കൊള്ളണം. നമുക്ക് അപകടങ്ങൾ പറ്റാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ, ഒരു സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ ആളുകൾക്ക് എത്ര മടിയാണല്ലേ, ഒരു ഹെൽമെറ്റ് വെക്കാൻ ആളുകൾക്ക് എത്ര മടിയാണ്. രാത്രി വാതിലടക്കാൻ മറക്കാൻ പാടില്ല, ബൈക്കിൻ്റെ സ്റ്റാൻഡ് കെട്ടാൻ മറക്കാൻ പാടില്ല. നമ്മൾക്ക് വേണ്ട കരുതലുകൾ. അപ്പം തന്നെ പുറത്ത് പോവുക. ചില ആൾക്കാർ തവക്കുൽ എന്ന് പറയും. എന്ത് ചെയ്യുക, അത് വരാൻ വിചാരിച്ചൊന്നും വഴി തടഞ്ഞു നിൽക്കൂല, എന്താണെന്ന് വെച്ചാൽ ആവട്ടേതാണ്. മനസ്സിലായി. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ടൗണിലെ എല്ലാ പള്ളികളിലും ആളുകൾക്ക് വരാൻ എന്തുണ്ട്, ലിമിറ്റുകളുണ്ട്, പരിമിതികളുണ്ട്, കണക്കാക്കിയ ടോക്കണൊക്കെ കൊടുത്തുള്ളൂ. ഞങ്ങളെ പള്ളിക്ക് അങ്ങനെ നിയന്ത്രണങ്ങളൊന്നും, എല്ലാവർക്കും ആണെങ്കിലും വരാം. അതുകൊണ്ട് 10, 150, 200 ആളുകൾ പങ്കെടുക്കുന്നു എന്ന് അദ്ദേഹം പറയാം. അപ്പം അദ്ദേഹം പറയണത് എന്താ വെച്ചാൽ, ഇതിപ്പോൾ അള്ളാഹുവിൻ്റെ പള്ളിയല്ലേ, അവിടെ വരാൻ എന്തിനാ നമ്മൾ പേടിക്കണു എന്നാ ചോദിക്കണത്. ആലോചിക്കണം നമ്മൾ കാര്യങ്ങൾ. നമ്മൾ ചെയ്യേണ്ട സൂക്ഷ്മതകളെ നമ്മൾ പാലിക്കണം. സത്യത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു രോഗവ്യാപന സമയത്ത് ഇതിനൊക്കെ നിസ്സാരമായി കണ്ട ആളുകളുണ്ട്. അവർ പല ആളുകളും രോഗം വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഭയാനകത മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പറ്റില്ല. ഇവരെന്താ വെച്ചാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവരാണ്, അള്ളാഹുവോട് പ്രാർത്ഥിച്ചവരാണ്, അള്ളാഹു അഭയം കൊടുത്തവരാണ്, ഒക്കെയാണ്. പക്ഷെ എന്നാലും എന്താ പറയുക, മനസ്സിലൊരു ഞങ്ങൾ ചെയ്യേണ്ട സൂക്ഷ്മത അതുണ്ടല്ലോ. പുറത്തിറങ്ങുമ്പോൾ അവർ പറയാണ് വലിയ തലത്തഫ്, വളരെ കരുതലോടെയാവണം പുറത്തു പോകേണ്ടത്. ഇവർ വിചാരിക്കണത് ഇപ്പോൾ ഒരു ദിവസമായിട്ടുള്ളൂ, അപ്പോൾ ആ രാജാവും ആളുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് പറയണത്. പിന്നെ അടുത്ത വാക്ക് എന്താണ്? വലായുഷ്ഇറന്ന ബിക്കും അഹദ, വലായുഷ്ഇറന്ന ബിക്കും അഹദ, നിങ്ങളിൽ ഒരാളെയും നിങ്ങളെപ്പറ്റി യാതൊരാളെയും അറിയിക്കാതിരിക്കുകയും ചെയ്യട്ടെ. യുഷ്ഇറന്ന, അറിയിക്കുക തന്നെ ചെയ്യാന്നാണ്. വലായുഷ്ഇറന്ന, അറിയിക്കാതിരിക്കുക തന്നെ ചെയ്യട്ടെ. നിങ്ങളിവിടെ ഉള്ള കാര്യം ഒരാളോടും പറയാനും പാടില്ല. എവിടുന്നാ വരുന്ന ആൾക്കാർ കാണുമ്പോൾ ചോദിക്കൂലേ, എവിടുന്നാ വരുന്നു, എന്താ വർത്താനം, എന്താ അവിടെ വന്നതെന്നൊക്കെ ചോദിക്കൂലേ. ഒന്നും പറയുകയും ചെയ്യരുത് എന്നർത്ഥം. അപ്പോൾ ആരെയും അറിയിക്കാതെ അതീവ രഹസ്യമായി ഭക്ഷണം പോയി കൊണ്ടുവരാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയാണ്. നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും സൂക്ഷ്മത കൊണ്ടും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു സ്ത്രീ എന്ത് ചെയ്തു, വിഷാദ പ്രശ്നങ്ങളായിട്ട് അപ്പോൾ ഒരു കുറേ ദുരന്തങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും റോളുണ്ടോ? ഈ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ കുടുംബത്തിന് വന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും റോളുണ്ടോ? ഒരു റോളും ഇല്ലല്ലോ. അങ്ങനെ ഒരു റോളും ഇല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനായാലും വിഷമിക്കേണ്ട കാര്യം? നമ്മളതിലൊരു പങ്കും വഹിച്ചിട്ടില്ല. അതൊക്കെ അതിൻ്റെ സ്വാഭാവികതകളിൽ നടന്നതാണ് എന്ന് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് നമ്മൾ വ്യാകുലപ്പെടുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് കിട്ടി സുഹൃത്തുക്കളെ. അള്ളാഹു ഒരു യുക്തിയുണ്ട് അവിടെ ഉറക്കിയതിൽ, എഴുന്നേൽപ്പിച്ചതിലും അള്ളാഹുവിൻ്റെ ഒരു യുക്തിയുണ്ട്. പക്ഷേ ദീർഘമായ 300 ചില്ലാനം കൊല്ലം ഉറങ്ങിയിട്ട് ഒരു പകൽ അല്ലെങ്കിൽ കുറച്ചൊരു സമയം അത്ര അവർക്ക് തോന്നിയതുള്ളൂ. പിന്നെ അപ്പോഴും ഉണർന്നപ്പോഴും അവരെന്താണ്, കുറഞ്ഞ സമയമായിട്ടുള്ളൂ. രാജാവിനുള്ള ഭയം ആരും അറിയാതെ അതീവ രഹസ്യമായി ഭക്ഷണം പോകാൻ വേണ്ടി പറയുന്നു. ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഖുർആൻ അങ്ങനെയാണ്. ഖുർആൻ മൗഇലത്തല്ലേ, സതുപദേശമാണ്. നമുക്ക് എന്തൊക്കെ ആശയങ്ങളാണ് ഓരോ ആയത്തുകളും നമുക്ക് ലഭിക്കുന്നത്. ഇനി 20 നോക്കൂ. ഇന്നഹും യൽഹറു അലൈക്കും യർജുമുക്കും ഔ യുഈദുക്കും ഫീ മില്ലത്തിഹിം വലൻ തുഫ്ലിഹു ഇദൻ അബദ. ഇന്നഹും യൽഹറു അലൈക്കും, നിങ്ങളെപ്പറ്റി അവർക്ക് അറിവ് ലഭിച്ചാൽ, ഒരാളും അറിയാതെ പോകണം പറഞ്ഞില്ലേ, വളരെയധികം സൂക്ഷ്മത പാലിക്കണം എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് വല്ല ശ്രദ്ധക്കുറവും പറ്റി നിങ്ങളിവിടെ ഗുഹയിലുണ്ടെന്ന് അവരെങ്ങാനും അറിഞ്ഞാൽ അതെന്തുമാത്രം അപകടകരമായിരിക്കും. എന്തൊക്കെ സംഭവിക്കുക? യർജുമുക്കും ഔ യുഈദുക്കും ഫീ മില്ലത്തിഹിം. യർജുമുക്കും, അവർ നിങ്ങളെ എറിഞ്ഞു കൊല്ലും. അതിതീവ്രമായ തീഷ്ണമായ ശിക്ഷയാണ് എറിഞ്ഞു കൊല്ലുക. എറിഞ്ഞാലാണ്ട് മരിച്ചു കിട്ടണ്ടേ? അതിൻ്റെ വേദനകൾ, ഓരോ ഏറിൻ്റെയും വേദനകൾ പെടഞ്ഞ് മരിക്കുന്ന ഒരവസ്ഥയാണ്. ലനർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുന്നതാണ്, അതല്ലേ പറഞ്ഞത്. അപ്പോൾ എറിഞ്ഞു കൊല്ലും. അപ്പോൾ അവർ അത്ര കഠിനവും ക്രൂരവുമായി ശിക്ഷിക്കുന്ന അർത്ഥം. അത്ര വലിയ ശത്രുക്കളാണ്, അത്ര വലിയ അക്രമികളാണ് അവരുടെ അവിശ്വാസികളായ ആളുകൾ. അപ്പോൾ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? അല്ലെങ്കിൽ എന്താ ഉണ്ടാകുക? ഔ യുഈദുക്കും, അല്ലെങ്കിൽ നിങ്ങളെ മടക്കിക്കൊണ്ടുപോകും ഫീ മില്ലത്തിഹിം, അവരുടെ മതത്തിലേക്ക്. എപ്പോഴും ആ സമ്മർദ്ദം ഉണ്ടാവും. സത്യത്തിലേക്ക് വന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? എല്ലാ സമയത്തും എന്ത് ചെയ്യും? അവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടോ പ്രലോഭിപ്പിച്ചിട്ടോ നിർബന്ധിപ്പിച്ചിട്ടോ കൗൺസിലിംഗ് കൊടുത്തിട്ടോ ഒക്കെ തിരിച്ചു കൊണ്ടുപോകാനുള്ള അതിശക്തമായ ശ്രമങ്ങൾ നടക്കുന്നർത്ഥം ഫീ മില്ലത്തിഹിം. അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾക്ക് 2 ലോകവും നഷ്ടപ്പെടും. അതാണ് ഈ സ്വീകരിച്ച മതവിശ്വാസത്തെ നിങ്ങളെങ്ങാനും നിർബന്ധിതമായിട്ടോ ഭീഷണിക്ക് വഴങ്ങിയിട്ടോ നിങ്ങൾ വിട്ടുപോവുകയാണെങ്കിൽ 2 ലോകവും നഷ്ടപ്പെടും. വലൻ തുഫ്ലിഹു ഇദൻ അബദ. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ഒരിക്കലും തന്നെ വിജയിക്കുകയില്ല എന്ന്. അതുകൊണ്ട് നല്ല സൂക്ഷ്മത, നല്ല ജാഗ്രത നിങ്ങൾക്ക് വേണം. ഇവിടെ നമുക്കൊരു പ്രധാന കാര്യം മനസ്സിലാവുന്നുണ്ട്. അവർക്ക് അവരുടെ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത. ഒരിക്കലും തങ്ങൾക്ക് വലിയ അനുഗ്രഹമായി കിട്ടിയ ഈ ദീന് കൈമോശം വന്നു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. അതൊരു വിശ്വാസിയുടെ മനസ്സാണ് സുഹൃത്തുക്കളെ. എന്തിനൊക്കെ തകരാറ് വന്നാലും എൻ്റെ ഈമാൻ പടച്ചോനെ പോകരുത്. അശ്രദ്ധ കൊണ്ടോ പ്രലോഭനം കൊണ്ടോ പ്രകോപനം കൊണ്ടോ നിർബന്ധം കൊണ്ടോ ഒന്നും എൻ്റെ ഈ മനസ്സ്, ദീനിൻ്റെ മനസ്സുണ്ടല്ലോ, അതെനിക്ക് മാറിപ്പോകരുത്. ഇപ്പോൾ വല്ല സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തി ഈ വിശ്വാസം തിരിച്ചു കൊണ്ടുപോകുമോ എന്നുള്ള പേടി അവർക്കെപ്പോഴുമുണ്ട്. ശത്രുവിനെക്കുറിച്ചുള്ള ഭയം അവർക്കെപ്പോഴുമുണ്ട്. ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? അവരെ പ്രലോഭിപ്പിച്ചും പ്രകോപിപ്പിച്ചും നമ്മളെ വിശ്വാസത്തെ മാറ്റാൻ ശ്രമിക്കും എന്നതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണവും അതാണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നാം വിശ്വസിക്കുന്നൊരു വിശ്വാസത്തോട്, ആദർശത്തോട് നമുക്ക് അത്രയും ബന്ധമുണ്ടാകണം.
ഏത് സന്ദർഭത്തിലും ഇത് നമ്മൾ തിരിച്ചു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്ന് നമ്മൾ ഭയപ്പെടണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ഇതൊക്കെ ആശയങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇവരെ പുറത്തു പോയിട്ട് ആരെങ്കിലും അറിയുകയാണെങ്കിൽ എന്തു ചെയ്യും? നമ്മൾ ഒന്നില്ലെങ്കിൽ അവർ നമ്മൾ എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ അവരുടെ മതത്തിലേക്ക് അവർ നമ്മളെ മടക്കും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം പോകാൻ എന്നാണ്. അതാണ് ഈ 2 ആയത്തുകൾ നമുക്ക് നൽകുന്ന സന്ദേശം. ഒന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാലിക ബഅത്നാഹും ലിയതസാഅലൂ ബൈനഹും ഖാല ഖായിലും മിൻഹും കം ലബിസ്തും ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഖാലൂ റബ്ബുകും അഅലമു ബിമാ ലബിസ്തും ഫബ്അസൂ അഹദകും ബിവരിഖികും ഹാദിഹി ഇലൽ മദീന ഫൽയൻദുർ അയ്യുഹാ അസ്കാ തആമൻ ഫൽയഅതികും ബിറിസ്ഖിൻ മിൻഹു വൽയതലത്തഫ് വലാ യുശ്ഇറന്ന ബികും അഹദ ഇന്നഹും ഇൻ യദ്ഹറൂ അലൈക്കും യർജുമുകും ഔ യുഈദുകും ഫീ മില്ലത്തിഹിം വലൻ തുഫ്ലിഹൂ ഇദൻ അബദ. 1-2 പ്രാവശ്യം ഓതി അർത്ഥമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സാധിക്കുമെങ്കിൽ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, അതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു ക്ലാസ്സും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ആ സമയത്തു തന്നെ കേൾക്കാൻ ശ്രദ്ധിക്കുകയും വേണം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു